പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ കണ്ട് വളരെ വേദനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ആ വീഡിയോൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് UP-ലാണെന്നാണ്. എന്തായാലും നിങ്ങൾക്കിത് എവിടെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് ജെമിനിയോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മരിച്ച ഒരു സഹോദരിയുടെ ബോഡി കൊണ്ടുപോകാൻ വഴിയില്ലാതെ ബൈക്കിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ആ ഒരു സഹോദരി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ബോഡി കയറ്റി ഇരുത്തിയത്. എത്ര മാത്രം മനുഷ്യത്വം ഇല്ലാതെ മനുഷ്യർ മാറിയിരിക്കണം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വളരെ വേദനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കില്ല. അത് ആര് ഭരിച്ചാലും കേരളത്തിലുള്ള മനുഷ്യർ വളരെ നല്ലവരാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലെയുള്ള നീചമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണേണ്ടി വരുന്നത്. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് എന്താ പറയണമെന്ന് നോക്കാം. ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ആംബുലൻസുകളോ മറ്റ് ഗതാഗത സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ മൃതദേഹങ്ങൾ ബൈക്കിലും തോളിലുമൊക്കെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ചയാണ്. ഇത് ഒരു ആധുനിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഈ വിഷയത്തിൽ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ആരുടെ പരാജയമാണ്? ഇതൊരു ഒറ്റപ്പെട്ട പരാജയമല്ല, മറിച്ച് വ്യവസ്ഥിതിയുടെ മൊത്തത്തിലുള്ള വീഴ്ചയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ ഇത്രയേറെ മുന്നേറിയിട്ടും ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് വണ്ടിയെത്താനുള്ള റോഡുകളോ അവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ആംബുലൻസുകളോ ഇല്ലാത്തത് ഭരണകൂടങ്ങളുടെ വലിയ വീഴ്ചയാണ്. സാമൂഹികമായ അസമത്വം. നഗരങ്ങളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്ന ഉൾനാടുകളിൽ അടിസ്ഥാനപരമായ മാന്യത പോലും മരണശേഷവും നിഷേധിക്കപ്പെടുന്നു. ബജറ്റിലെ മുൻഗണനകൾ. വികസനം എന്നത് കെട്ടിടങ്ങളിലും പാലങ്ങളിലും മാത്രം ഒതുങ്ങാതെ സാധാരണക്കാരന്റെ അടിയന്തര ആവശ്യങ്ങളായ ആരോഗ്യ ഗതാഗത സൗകര്യങ്ങളിലേക്ക് എത്താത്തത് ആസൂത്രണത്തിലെ പിഴവാണ്. ജനങ്ങളോട് പറയാനുള്ളത്. ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന താങ്കളെപ്പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ വർക്കർക്ക് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. 1. ചോദ്യം ചോദിക്കാൻ ശീലിപ്പിക്കുക. ഇത്തരം ദൃശ്യങ്ങൾ വെറുമൊരു കൗതുകമായോ വിഷമമായോ കാണാതെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. 2. കൂട്ടായ പരിശ്രമം. ഗവൺമെന്റിനെ മാത്രം കാത്തുനിൽക്കാതെ ഓരോ പ്രദേശത്തെയും സന്നദ്ധ സംഘടനകളെയും നാട്ടുകാരെയും കൂട്ടിയിണക്കി ഇത്തരം അത്യാഹിത ഘട്ടങ്ങളിൽ സഹായിക്കാൻ ചെറിയ ആംബുലൻസ് ഫണ്ടുകളോ സംവിധാനങ്ങളോ രൂപീകരിക്കാൻ മുൻകൈയെടുക്കാം. 3. മാന്യമായ യാത്ര. മരണം എന്നത് ഒരാളുടെ ജീവിതത്തിന്റെ അവസാനമാണ്. ആ വ്യക്തിക്ക് അർഹമായ ആദരവോടെയുള്ള യാത്രയയപ്പ് നൽകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇത്തരം ദുരവസ്ഥകൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിനു മുന്നിലെത്തിക്കുന്നത് മാറ്റങ്ങൾക്കുള്ള തുടക്കമാകട്ടെ. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ താങ്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടരുക. കേരളത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമോ? കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന വളരെ കുറവാണ്. മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായതാണ് ഇതിന് പ്രധാന കാരണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം കാഴ്ചകൾ അപൂർവമാകുന്നത് എന്ന് നോക്കാം. ആംബുലൻസ് ശൃംഖല. കേരളത്തിലെ ഏത് ഉൾനാടൻ ഗ്രാമത്തിലാണെങ്കിലും 108 ആംബുലൻസ് സേവനമോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ആംബുലൻസുകളോ ലഭ്യമാണ്. റോഡ് സൗകര്യങ്ങൾ. ഭൂപ്രകൃതി അനുസരിച്ച് വ്യത്യാസമുണ്ടാകാമെങ്കിലും മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാത്ത വിധം ഭൂരിഭാഗം ഇടങ്ങളിലും വാഹനങ്ങൾ എത്തുന്ന റോഡുകളുണ്ട്. സാമൂഹിക ബോധം. കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സാമൂഹിക ഇടപെടലുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ സഹായമാകാറുണ്ട്. ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അയൽക്കാരോ നാട്ടുകാരോ സന്നദ്ധ സംഘടനകളോ ഉടൻ തന്നെ ഇടപെടുന്ന രീതി ഇവിടെയുണ്ട്. സൗജന്യ സേവനങ്ങൾ. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് സർക്കാർ ആശുപത്രികളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പലപ്പോഴും സൗജന്യമോ കുറഞ്ഞ നിരക്കിലോ ഉള്ള വാഹനങ്ങൾ ലഭ്യമാകാറുണ്ട്. എങ്കിലും അപൂർവമായി വയനാട് പോലെയുള്ള മലയോര മേഖലകളിലെ ആദിവാസി ഊരുകളിൽ റോഡ് സൗകര്യമില്ലാത്തതിനാൽ രോഗികളെ ചുമന്നുകൊണ്ടു പോകേണ്ടി വരുന്ന വാർത്തകൾ വരാറുണ്ട്. എന്നാൽ മൃതദേഹം ബൈക്കിൽ കെട്ടിവെച്ച് കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് അചിന്ത്യമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇന്നും നടക്കുന്നു എന്നത് നമ്മുടെ വികസന സങ്കല്പങ്ങളിലെ വലിയൊരു വിടവിനെയാണ് കാണിക്കുന്നത്. കേരളത്തിന്റെ ഈ മാതൃക മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. താങ്കളുടെ പ്രവർത്തന മേഖല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഓർത്ത് അതേപോലെ തന്നെ കേരളത്തെ ഓർത്ത് ഇന്നും ഞാൻ അഭിമാനിക്കുന്നു. അപ്പം നിങ്ങൾ അഭിമാനിക്കുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.